ഒന്ന്, പട്ടിക നമ്പർ. പട്ടികയെ തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു പട്ടികയ്ക്ക് നമ്പർ നൽകുന്നത്. ഒരു പട്ടികയെ മറ്റൊരു പട്ടികയിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും പട്ടിക നമ്പറാണ്. ഈ നമ്പർ പട്ടികയുടെ മുകളിലോ അല്ലെങ്കിൽ പട്ടിക ആരംഭിക്കുന്ന സ്ഥലത്തോ ആയിട്ടാണ് നമ്മൾ നൽകുന്നത്. ഒരു യൂണിറ്റിൽ ഒന്നിലധികം പട്ടികകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 1.1, 1.2, 1.3 എന്നിങ്ങനെ ആരോഹണ ക്രമത്തിൽ എഴുതാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ രൂപപ്പെടുത്താറുണ്ട്. നമ്പർ 2, ശീർഷകം. ഒരു പട്ടികയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ് ശീർഷകം. എല്ലാ അവ്യക്തതകളും ഒഴിവാക്കി ശരിയായ വിധം പട്ടികയെ വ്യാഖ്യാനിക്കണമെങ്കിൽ ശീർഷകം വളരെ വ്യക്തവും ലഘുവായതും ശ്രദ്ധയോടെ എഴുതപ്പെട്ടവയും ആയിരിക്കണം. പട്ടിക നമ്പറിന് തൊട്ട് താഴെയായിരിക്കും ശീർഷകം. നമ്പർ 3, നിരകളുടെ തലക്കെട്ട് അഥവാ ക്യാപ്ഷനുകൾ. പട്ടികയിലെ ഓരോ നിരകളിലും നൽകിയിരിക്കുന്ന ദത്തങ്ങളുടെ ശീർഷകമായിട്ടാണ് ഇവ നൽകുന്നത്. അതായത് നമുക്ക് നിരകളും വരികളും വേറെ വേറെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മൾ നിരയ്ക്കും ഒരു തലക്കെട്ട് നൽകും, വരികൾക്കും തലക്കെട്ട് നൽകും. അതുപോലെ നിരയ്ക്ക് നൽകുന്ന തലക്കെട്ടിനെയാണ് എന്ത് പറയുന്നത്? നിരകളുടെ തലക്കെട്ട് എന്ന് പറയുന്നത്. നമ്പർ 4, വരികളുടെ തലക്കെട്ട് അഥവാ സ്റ്റെപ്പുകൾ. നമ്മൾ നേരത്തെ നിരകൾക്ക് തലക്കെട്ട് കൊടുത്തു അല്ലേ? അതുപോലെ ടേബിളിൻ്റെ മറ്റൊരു ഭാഗമാണ് എന്ത്? വരികൾ. നിരകളും വരികളും ചേർന്നിട്ടാണ് നമ്മൾ ടേബിൾ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ നിരകൾക്ക് തലക്കെട്ട് കൊടുത്ത പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? വരികൾക്കും തലക്കെട്ട് നൽകും. നിരകൾക്ക് നൽകുന്ന ശീർഷകം പോലെ പട്ടികയിലെ ഓരോ വരികൾക്കും നൽകുന്ന ശീർഷകമാണിത്. ഏറ്റവും ഇടത്തെ അറ്റത്തെ നിരയെ സ്റ്റെപ്പ് നിരയെന്നാണ് വിളിക്കുന്നത്. നമ്പർ 5, പട്ടികയുടെ ഉള്ളടക്കം അഥവാ ബോഡി ഓഫ് ദി ടേബിൾ. പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. യഥാർത്ഥ ദത്തം ഉൾക്കൊള്ളുന്ന ഭാഗം കൂടിയാണ് ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പം ഒരു പട്ടികയുടെ ഏറ്റവും പ്രധാന ഭാഗത്തിൽ ഒന്നാണ് എന്ത്? പട്ടികയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. നമ്പർ 6, അളവുകളുടെ യൂണിറ്റ് അഥവാ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്. പട്ടികയിൽ തന്നിരിക്കുന്ന ദത്തങ്ങളുടെ യൂണിറ്റ് ശീർഷകത്തോടൊപ്പം തന്നെ വ്യക്തമാക്കിയിരിക്കണം. നിരകളുടെ തലക്കെട്ടിനും വരികളുടെ തലക്കെട്ടിനും വ്യത്യസ്ത യൂണിറ്റുകളാണെങ്കിൽ അവയും വ്യക്തമായും അവയ്ക്കൊപ്പം എഴുതേണ്ടതാണ്. നമ്പർ 7, ഉറവിടം അഥവാ സോഴ്സ്. പട്ടികയിൽ നൽകിയിട്ടുള്ള ദത്തങ്ങളുടെ ഉറവിടത്തെ സൂചിപ്പിക്കുന്നതാണിത്. ഡാറ്റ ശേഖരിക്കാൻ ഒന്നിൽ കൂടുതൽ ഉറവിടങ്ങൾ ഉണ്ടെങ്കിൽ അവയും സൂചിപ്പിക്കേണ്ടതാണ്. ഉറവിടങ്ങൾ കാണിക്കുന്നത് പട്ടികയുടെ താഴെ ഭാഗത്താണ്. നമ്പർ 8, അടിക്കുറിപ്പ് അഥവാ ഫുട് നോട്ട്സ്. നമ്മൾ പറഞ്ഞ 7 കാര്യങ്ങൾ നിർബന്ധമായും ടേബിളിൽ ഉൾക്കൊള്ളുന്നു. അതിനു പുറമെ നമ്മൾ ഒരു അടിക്കുറിപ്പും കൂടി നമ്മൾ ഒരു ടേബിളിൽ തയ്യാറാക്കും. പട്ടികയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമായിട്ടാണ് അടിക്കുറിപ്പ് തയ്യാറാക്കുന്നത്. നേരത്തെ വിശകലനം ചെയ്യാത്തതും സ്വയം വിശകലനം നടത്താൻ സാധിക്കാത്തതുമായ ദത്തങ്ങളുടെ വിശദീകരണമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്.